അക്കാണും മാമലയ്ക്കപ്പുറം എന്തെന്നറിയില്ല, അക്കാണും മാമലയ്ക്കിപ്പുറം ഇനി എന്തറിയില്ല. ചേലൊത്ത പെണ്ണിന്റെ കാണാത്ത ചേലെല്ലാം. അപ്പൂപ്പോ അപ്പൂപ്പോ ഇതെന്നാന്നൊന്നും മിണ്ടാത്തേ? ശേടാ പാടെ. എന്നാ പോട്ടെ, ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ, ഒരു കഥ പറഞ്ഞു തരട്ടേന്ന്. എന്നാ കേട്ടോ അപ്പൂപ്പോ. എന്നാ പിടിച്ചോ. പണ്ട് 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 നമ്മുടെ അയ്യപ്പമ്മയുടെ നെറുകയിൽ ഒരു കുഞ്ഞു നീരർവയുണ്ടായി. ഒരു മഴക്കാലത്ത് അവൾ ഒഴുകാൻ തുടങ്ങി. പിന്നീട് ഒരു തോടായി, പിന്നൊരു പുഴയായി. നാടാകെ സഞ്ചരിക്കുന്ന ഒരു പാവം പാവം പാൽക്കാരിപ്പുഴ. ഒടുവിൽ കടലാഴങ്ങളിൽ ലയിച്ചു ചേരുമ്പോൾ അവൾക്കൊരു സംശയം. അയ്യപ്പൻമുടിയുടെ നെറുകയിൽ നിന്ന് താൻ ഇത്രയേറെ സഞ്ചരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു? കടലിലെ കുഞ്ഞോളങ്ങളോടും വലിയോളങ്ങളോടും ഒക്കെ അവൾ ഈ ചോദ്യം ചോദിച്ചു. പക്ഷെ ആർക്കും അവൾക്കൊരു ഉത്തരം കൊടുക്കാനായില്ല. പക്ഷെ പാൽക്കാരിപ്പുഴയുടെ ഈ ചോദ്യത്തിന് ഉത്തരം ഒരാൾക്കറിയായിരുന്നു. അത് ആർക്കാണെന്നറിയാവോ? അതിന്റെ ഉത്തരം അറിയണമെങ്കിലേ വാ. നിറകണ്ണുകൾ യാത്രയാക്കുന്നു, നിറകണ്ണുകളോടെ ജനിക്കുന്നു, നിറകണ്ണുകൾ യാത്ര
യാത്രയാക്കുന്നു. ഇഷ്ടായോ? അല്ലേ തന്നെ എന്നെ ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി അമ്മുമ്മയെ കൂട്ടത്തിലായോ? ചില കൊനിഷ്ട് തന്തവർക്കും തള്ളവർക്കും എന്നെ കണ്ടതിൻ്റെ കാഞ്ഞിരക്കുരു കണ്ട മട്ട വെറുപ്പാ. എന്നാൽ ചില പീക്കിരി പിള്ളേർക്കോ ഞാനൊരു കൗതുക വസ്തു. ഇതിലേത് കൂട്ടത്തിലും അമ്മുമ്മ എന്നെ കണ്ടേക്കണേ? ചേടാവാട്, ഇതിപ്പോൾ ഇഷ്ടമായോ എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എന്നാ അമ്മുമ്മ ഒരു കാര്യം ചെയ്യും, അവരാരും അറിയാതെ എൻ്റെ കൂടെ പോരെ. നമുക്ക് വേണ്ടി കണ്ണു നിറയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ നമ്മളെന്തിനാ നിൽക്കുന്നേ? അമ്മുമ്മ വാ, ധർമ്മനെ അമ്മുമ്മയ്ക്കൊരു കഥ പറഞ്ഞുതരാം. പണ്ട് 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 പണ്ടേ അയ്യപ്പൻ മുടിയുടെ നെറുകയിൽ ഒരു കുഞ്ഞുറവയുണ്ടായി. പിന്നീട് ഒരു മഴക്കാലത്ത് അവൾ ഒഴുകാൻ തുടങ്ങി. മാധവേട്ടോ, ഇതെന്നാ പോലോ? വീട്ടിൽ ചെന്നിട്ട് അവിടെ ആരും കണ്ടില്ലല്ലോ. മക്കളൊക്കെ വരുന്നു പറഞ്ഞിട്ട് ആരും എത്തിയില്ലേ? അവരെ നോക്കി നിൽക്കുവായിരുന്നു വന്നോട്ടാ. എന്താ ധർമ്മ ഇത്ര നേരത്തെ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നു? അതൊന്നും കുഴപ്പമില്ല, മാതോട്ടം വാ. മക്കളാരും ഇതുവരെ എത്തിയിട്ടില്ല. അവരൊക്കെ വന്നോളൂ. വയസ്സാം കാലത്ത് മക്കളെ നോക്കിയിരിക്കുന്ന ഇന്നത്തെ കാലത്തൊരു പാഷനാ. കുന്നോളം കണക്കൂട്ടിയ മക്കൾക്ക് വേണ്ടി മലയോളം സ്വത്തുണ്ടാക്കിയപ്പോൾ മക്കളുടെ കണക്കൂട്ടിലൊരു കുന്നിക്കുരുവോളം വിലയില്ലാതായി പോയോ മാധവട്ടാ? ആ ചങ്ങായി കാണാട്ടോ. അപ്പം പറഞ്ഞു വന്നത്, മലയോളം സ്വത്തൊന്നുമില്ലെങ്കിലും കുന്നോളം സ്നേഹം മനസ്സിലടക്കി വെച്ചേക്കണ ഒരുപാട് കുന്നിക്കുരുകളുണ്ട്. ആ കുന്നിക്കുരുകൾക്കും ഈ കുന്നിക്കുരുവിനും കൂട്ടുകൂടാൻ ഈ ധർമ്മല്ലേ മാധവട്ടാ? ഇങ്ങ് വന്നേ. കാത്തു കെട്ടി ധർമ്മൻ ഇങ്ങ് എത്തിയിട്ടും ഇതിപ്പോ അവർ എത്തിയിട്ടില്ല മാധവട്ടാ. വരും. മാധവേട്ടു, മാധവേട്ടു. ഓ, ഇതെന്നാ പറ്റിയെന്നേ? കുഞ്ഞുമോൻ ഇതുവരെ വന്നില്ലല്ലോടാ. അവരൊക്കെ വരും മാധവട്ടാ. മാധവേട്ടന് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് 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 പണ്ടേ പണ്ട് 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 അയ്യപ്പൻ മുടിയുടെ നെറുകയിൽ ഒരു കുഞ്ഞു നീരുറവുണ്ടായി. പിന്നീടൊരു മഴക്കാലത്ത് അവൾ ഒഴുകാൻ തുടങ്ങി. ഒഴുകി ഒഴുകി പിന്നീടൊരു തോടായി, ഒരു പുഴയായി. പക്ഷെ അതിനുള്ള ഉത്തരം ഒരാൾക്കറിയാം. ആർക്കാണെന്നറിയാവോ? മാധവേട്ടു. ഓ, മക്കളാരും ഇതുവരെ എത്തിയില്ലല്ലോടാ. മാധവേട്ടാ, ഈ പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും ഒക്കെ കുട്ടികളുണ്ട്. ഒരു പ്രായം എത്തുമ്പോൾ ഒറ്റകളൊക്കെ പോവുകയും ചെയ്യും. പിന്നെ നമ്മളീ മനുഷ്യന്മാർ മാത്രം മക്കൾ വരുന്നു പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കും. അതിനൊറ്റ കാരണമുള്ളൂ, സ്നേഹം. അത് കൊടുത്തിട്ടുണ്ടെങ്കിലേ അവരിങ്ങ് വന്നോളൂ. കൊടുത്തിട്ടുണ്ട് ഒരുപാട്. ഒഴുകിപ്പോയ നീരുറവയെ നോക്കിയിരുന്ന അയ്യപ്പൻ മുടിക്കുണ്ടായിരുന്നു മാധവേട്ട ആഗ്രഹം. ആ ആഗ്രഹം പോലും ആഗ്രഹിക്കാത്തൊരു സത്യം ഉള്ളിലിരിപ്പുണ്ട്. സത്യം? ചെല്ല്, ചെന്ന് നോക്ക്.
മാധവേട്ട, സമയായി, പോകാം. എന്താ ധർമ്മ ഇത്ര നേരത്തെ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നു? അതൊന്നും കുഴപ്പമില്ല മാധവേട്ടൻ, വാ. കുന്നോളം സ്നേഹം മനസ്സിലടക്കി വെച്ചേക്കണ ഒരുപാട് കുന്നിക്കുരുകളുണ്ട്. ആ കുന്നിക്കുരുകൾക്കും ഈ കുന്നിക്കുരുവിനും കൂട്ടുകൂടാൻ ഈ ധർമ്മല്ലേ മാധവേട്ടാ? അതിനൊറ്റ കാരണമുള്ളൂ, സ്നേഹം. അത് കൊടുത്തിട്ടുണ്ടെങ്കിലേ അവരിങ്ങ് വന്നോളൂ. എന്നെ മക്കളൂടി വന്നിട്ട് പോയാ പോരായിരുന്നു? ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ചേട്ടൻ എന്തിയാ? ഒന്ന് വിളിച്ചേ. ഹലോ, ഏട്ടനവിടെ? വക്കീലിൻ്റെ രജിസ്ട്രാർ ഇവിടെ കാണുന്നില്ല. ഇത് ലേറ്റാക്കരുത്, ഞങ്ങൾക്ക് നാളെ തന്നെ മടങ്ങണം. വേഗം വരൂ. നീ വാ, നമുക്ക് അച്ഛനെ വന്നിട്ട് വരാം. ദേ, അച്ഛനെ കാണുമ്പോൾ ഒന്നും മറന്നേക്കരുത്. നിങ്ങളുടെ ചേട്ടൻ വരുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളതൊക്കെ അങ്ങ് ചോദിച്ച് മേടിച്ചോണം. എടി, അച്ഛൻ കേൾക്കുന്നു. അച്ഛൻ കേൾക്കട്ടെ. നമ്മുടെ കാര്യം നമ്മളില്ലാതെ പിന്നെ വേറെ ആയിരുന്നു. എൻ്റെ പൊന്നു ലക്ഷ്മി, നീ ഒന്നും മിണ്ടാതിരി, ഞാൻ ചോദിച്ചോളാം. ഇതൊക്കെ കാണേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ നേരത്തെ വിളിച്ച നന്നായില്ലേ? വാ, മാധവേട്ടന് ഞാൻ ആ കഥയുടെ ബാക്കി പറഞ്ഞുതരാം. കഥയിലെ പാൽക്കാരിപ്പുഴ തേടിയിടന്ന് ഉത്തരം നിന്നറിയൂ. മാധവേട്ടനും പാൽക്കാരിപ്പുഴയും എല്ലാവരും ജനിക്കുന്നതും ജീവിക്കുന്നതും ഈ ധർമ്മനോട് കൂട്ടുകൂടാൻ വേണ്ടിയാണ്. ഒടുവിലൊരു നാൾ ഈ ധർമ്മം വിളിക്കുമ്പോൾ കൂടെ പോരാൻ വേണ്ടി. അമ്മുമ്മേ, ഞാൻ പിന്നെ കൊണ്ടുപോട്ടോ കേട്ടോ?